ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ പരമപുരീശ്വര ഗോവിന്ദ വിഷധര ശയന ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ. കൃഷ്ണനെ പിടിച്ചു കെട്ട് തന്നെ വേണം. അതോടെ പാണ്ഡവർക്ക് പേടി പിടിക്കും. മാത്രമല്ല, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇനി ബത്സിക്കുന്ന ഇവിടെ കുറേ ഗുരുജനങ്ങളുണ്ടല്ലോ, അവർക്കും കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടും. അതാ നല്ലത് എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. കർണൻ ആ അഭിപ്രായത്തിനോട് എതിർത്തു. ദൂതനെ ഉപദ്രവിക്കാൻ പാടില്ല, വേണ്ട. ആര് കേൾക്കാൻ? ബാക്കി കൗരവരെല്ലാം ചേർന്ന് കഴിഞ്ഞു. കൗരവരൊക്കെ കൂടി ചേർന്ന് മാറി നിന്ന് എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് സത്യകിക്ക് സംശയം തോന്നി. സത്യകി ഉടനെ കൃതവർമാവിനെ വിളിച്ച് സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കി നിർത്തിക്കോളോ, കൗരവർ എന്തോ അബദ്ധം കാണിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി സത്യകി നേരെ സഭയിൽ കയറി വന്നു. അവിടെ ഇരുന്ന് പതുക്കെ വിവരം ഭഗവാനെ അറിയിച്ചു. അത് കേട്ടപ്പോൾ ഭഗവാനൊന്ന് ചിറിച്ചു. ഭഗവാനെ ബന്ധിക്കാനുള്ള പുറപ്പാടാണ് എന്ന സത്യകിയുടെ വിവരം കേട്ട ഭഗവാൻ ഉച്ചത്തിൽ സഭയിൽ വെച്ച് പറയാണ്, സത്യകി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സഭയുടെ മധ്യത്തിൽ വെച്ച് തന്നെ ഞാൻ ദുര്യോധനനെ കൊല്ലും. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ ഗുരുജനങ്ങൾക്കും ധൃതരാഷ്ട്രർക്കും ആകെ പരിഭ്രമമായി. ഇതെന്താത് ഈ ദുര്യോധനും കൂട്ടരും കൂടി കാണിക്കാൻ പോണത്? ആഹാ, ഉടനെ ദുര്യോധനെ വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിതുരൻ പോയി ദുര്യോധനെ വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും സഭയിൽ തിരിച്ചെത്തി അവിടെ ഇരുന്നു. അപ്പം ധൃതരാഷ്ട്ര മഹാരാജാവ് പറയാണ്, ദുര്യോധന, നീ എന്ത് അവിവേകാണ് ഈ കാണിക്കാൻ പോണത്? ഇതൊക്കെ നടക്കണ സംഗതികളാണോ? സർവശക്തനും സർവൈശ്വര്യപതിയായ ശ്രീകൃഷ്ണനെ ബന്ധിക്കുകയെ നന്നായിണ്ട്. ശാന്തം പാപം, അല്ലാണ്ട് എന്ത് പറയാനല്ലേ? ആകാശത്തെ ചുരുട്ടി മടക്കാൻ പറ്റുമോ? സമുദ്രജലത്തെ അളക്കാൻ പറ്റുമോ? വായുവിനെ പിടിച്ചു കെട്ടാനോ ഭൂമി തലയിലേറ്റി നടക്കാനോ ഒക്കെ മനുഷ്യന് സാധിക്കുന്ന സംഭവങ്ങളാണോ? എന്ത് അവിവേകാണ് നീ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ നിൽക്കുന്ന ഭഗവാനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭക്തനല്ലാതെ ആർക്കാണ് ബന്ധിക്കാൻ കഴിയുക? മൂഢ, നീ സ്വയം നശിക്കണു, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള മാർഗങ്ങളും തീർന്നു. ഉടനെ തന്നെ ഭഗവാന്റെ ശബ്ദം ആ സഭാമണ്ഡപത്തിൽ അങ്ങോട്ട് മുഴങ്ങി. എന്നിട്ട് ഭഗവാൻ പറയാണ്, ദുര്യോധന, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് നീ വിചാരിക്കരുത്. നിന്റെ ഈ ചില്ലറ പരാക്രമം കൊണ്ട് എന്നെ പിടിച്ചു കെട്ടാമെന്ന് നീ വിചാരിക്കണോ? എന്നാൽ അത് അങ്ങോട്ട് കണ്ടോളോ, എൻ്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. ആദിത്യനും രുദ്രനും വസുക്കളും ഋഷികളും ഒക്കെ എൻ്റെ കൂടെ തന്നെയുണ്ട്, കണ്ടോ എന്നും പറഞ്ഞിട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ മേഘഗർജനം ദിഗംബം മുഴുവൻ മാറ്റലി കൊള്ളാൻ തുടങ്ങി. ഇടിമിന്നൽ മാതിരിയുള്ളൊരു തേജസ് ആ സഭാമണ്ഡലത്തിലേക്ക് അങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. അത് പരന്ന് 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 ദീർഘിച്ചു വരാൻ തുടങ്ങി. ഭഗവാന്റെ മുഖം അത്യുജ്വലവും ഭയാനകമായിട്ട് അങ്ങോട്ട് മാറി. സർവ്വദേവന്മാരും ഭഗവാന്റെ പല അവയവങ്ങളിൽ നിന്നും പ്രകാശിക്കാൻ തുടങ്ങി. ശിരസിൽ ബ്രഹ്മദേവൻ, മാറടത്തിൽ രുദ്രൻ, ഭുജങ്ങളിൽ ലോകപാലകർ, മുഖത്ത് അഗ്നിദേവൻ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആദിത്യചന്ദ്രന്മാർ, സാധ്യന്മാർ, വസുക്കൾ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ഇന്ദ്രൻ, ദേവഗണങ്ങൾ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, രക്ഷസുകൾ എന്ന് വേണ്ട ആ പ്രഭാമണ്ഡലത്തിൽ ബ്രഹ്മാണ്ഡം മുഴുവൻ ദൃശ്യമായി. ആ രശ്മികളുടെ തീവ്രത ഇങ്ങനെ കൂടിക്കൂടിയിട്ട് ആർക്കും ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. സർവരുടെയും കണ്ണുകളടഞ്ഞു. ആർക്കും ആ സ്വരൂപത്തെ കാണാൻ കഴിയാത്ത നിലയിലായി. പ്രകാശം വല്ലാണ്ട് കയറുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ അടഞ്ഞു പോവുമല്ലോ, അതേമാതിരിയാണ് ഇത്ര സംഭവിച്ചത്. ഭയം കൊണ്ട് ആർത്തരായിട്ട് പലരും വാവിട്ട് കരഞ്ഞു, മൂർച്ഛിച്ച് വീണു. ആർക്കും ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഒരു നിമിഷ നേരെ ഉണ്ടായുള്ളൂ കേട്ടോ. എന്നാൽ അത്യന്തം സുഹൃതികളും പരമഭക്തരുമായ ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ
വിതുരൻ. ഇവർക്കൊക്കെ കാഴ്ചയ്ക്ക് ഒരു വിഷമം ഉണ്ടായില്ല. കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർക്ക് പെട്ടെന്ന് കണ്ണ് കാണാൻ തുടങ്ങി. ഭഗവാന്റെ ദർശനം കണ്ട്, ആ വിശ്വരൂപം കണ്ട് അവരൊക്കെ ഉന്മത്തരായി മാറി. ശംഖം, ദുന്ദുബി, ആനകം ഇതൊക്കെ കൊണ്ട് ആ അന്തരീക്ഷം ശബ്ദമയമായി. കാഴ്ച ലഭിച്ച ധൃതരാഷ്ട്ര മഹാരാജാവ് ആ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ കൺകുളിർക്കേണ്ടത് കണ്ടു. ആനന്ദാശ്രുയിൽ ആറാടി അദ്ദേഹം പറയാണ്, ഭഗവാനെ, അവിടുത്തെ ദിവ്യരൂപം എനിക്ക് കാണിച്ചു തന്നുല്ലോ. ഇനി എനിക്ക് ലോകത്തൊന്നും കാണണ്ട. ഇതുവരെ ഞാൻ ലോകത്തൊന്നും കണ്ടില്ല. ആദ്യമായിട്ട് കാണുന്നത് അങ്ങയുടെ ദിവ്യരൂപമാണ്. ഇനി എനിക്കൊന്നും കാണണമെന്ന് ആഗ്രഹമില്ല എന്നും പറഞ്ഞ് സ്തുതിച്ച് നമസ്കരിച്ചു. ബ്രഹ്മാണ്ടം ഒട്ടാകെ ഭയപ്പെട്ട് വിറയ്ക്കുന്നത് പോലെയായിരുന്നു അനുഭവം. ഭഗവത് രൂപം പതുക്കെ 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 ചുരുങ്ങി പൂർവസ്ത്രീ പ്രാപിച്ചു. അപ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ കണ്ണ് കാണാൻ തുടങ്ങി. മൂർച്ഛിച്ചു വീണവരൊക്കെ കഴിച്ചു. എന്താ ആ സഭയിൽ നടന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. തൊഴുകൈയോടുകൂടിയിരിക്കണ ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, ധൃതരാഷ്ട്ര മഹാരാജാവിനെയൊക്കെയാണ് എല്ലാവരും കണ്ടത്. എന്താ അവിടെ നടന്നതെന്ന് ഒരു പിടിയില്ല. പിന്നെ അവർ നോക്കുമ്പോൾ കാണുന്നത് മന്ദസ്മിതം തൂങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. വിശ്വരൂപം കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നും കാണേണ്ട ആവശ്യമില്ല എന്ന് പ്രാർത്ഥിച്ച ആ ധൃതരാഷ്ട്രൻ്റെ കണ്ണുകൾ വീണ്ടും പഴയ പോലെ കാണാതായി. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. സത്യകയുടെ കയ്യും പിടിച്ച് സഭയുടെ പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ദിവ്യരഥത്തിൽ അങ്ങോട്ട് കയറിയിരുന്നു. ധൃതരാഷ്ട്രർ, ദ്രോണർ, ഭീഷ്മർ എല്ലാവരും ഭഗവാനെ യാത്ര അയക്കാൻ ഓടിയെത്തി. ഭഗവാനെ, യുദ്ധമല്ല, ശമമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ദുര്യോധനൻ പറയുന്നതൊന്നും അങ്ങ് കൂട്ടാക്കണ്ട. അങ്ങ് എല്ലാം വേണ്ട പോലെ ചെയ്യുന്നു, ഞങ്ങൾക്കറിയാം. എല്ലാം വേണ്ട പോലെ നടക്കും. കാലത്തിൻ്റെ ഗതി ആർക്കും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ പുഞ്ചിരിച്ച് അവരോട് യാത്ര പറഞ്ഞ് നേരെ തൻ്റെ രഥം വിട്ടത് പാണ്ഡവമാതാവായ കുന്തിദേവിയുടെ ഗൃഹത്തിലേക്കാണ്. ഭഗവാൻ അവിടെ എത്തി ഇറങ്ങി കുന്തിദേവിയോട് വിവരങ്ങൾ പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടുന്ന് പാണ്ഡവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയാണ് അവിടെ പോയി ഇറങ്ങി. ഭഗവാനെ കുറച്ച് പേർക്ക് മാത്രം കാണിച്ചു കൊടുത്ത ആ വിശ്വരൂപം ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.